എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂരിലൂടെ ഒരു യാത്ര എന്ന വീഡിയോയുടെ 6ാമത്തെ ഭാഗമാണിത്. ഇപ്പം നമ്മളുള്ളത് മുനയ്ക്കക്കടവ് ഹാർബറിലാണ്. അതായത് ചേറ്റുവ അഴിമുഖത്തിൽ നമ്മൾ പോയ പുലിമുട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഹാർബറാണിത്. ഇവിടെ വലിയ തിരക്കൊന്നും കാണുന്നില്ല. കാലത്ത് എല്ലാവരും പോയെന്ന് തോന്നുന്നു. ഇപ്പോൾ കുറച്ച് വള്ളങ്ങൾ ഇവിടെ കാണാം. അവിടെയാണെങ്കിൽ കുറച്ച് മത്സ്യത്തൊഴിലാളികൾ എന്നിട്ട് വല ക്ലിയർ ചെയ്യുന്നുണ്ട്. അതായത് പൊട്ടിപ്പോയിട്ടുണ്ടാവുമല്ലോ വല, അത് അവർ റിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ 1-2 ബോട്ടുകളൊക്കെ നമുക്കിവിടെ കിടക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തു. പിന്നെ എല്ലാവരും തിരക്കൊന്നുമില്ല. ഇപ്പം മറ്റേ ഹാർബറിലായിരിക്കും തിരക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. ഇവിടെ നിന്ന് തിരിച്ചു പോയിട്ട് നമുക്ക് ബംഗ്ലാംകടവ് ഹാർബർ എന്ന് പറഞ്ഞത് അപ്പുറത്തെ സൈഡിലുണ്ട്. ഈ പുഴയുടെ അപ്പുറത്തെ സൈഡിലാണ് ഈ ഹാർബർ ഉള്ളത്. ആ ഹാർബർ കുറച്ചും കൂടെ അഴിമുഖത്തിനോട് അടുത്തായിട്ട് കിടക്കുകയാണ്, പക്ഷേ അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങോട്ട് ദൂരം പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് യാത്ര. അതിന് മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളപ്പോൾ തൃശ്ശൂരിലൂടെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൻ്റെ പല ഭാഗങ്ങൾ കവർ ചെയ്യുന്ന ഒരു വീഡിയോ ട്രാവൽ സീരീസാണിത്. അപ്പോൾ ഇതിൻ്റെ 6ാം ഭാഗമായി. മുന്നത്തെ ഭാഗങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് കാണാം. പിന്നെ നമ്മുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഇനി ചേറ്റുവ ഹാർബർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും തിരിച്ച് ഇവിടെ നിന്ന് കയറി ഇതേ ബീച്ച് റോഡിൽ കൂടെ തന്നെയാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ. അങ്ങനെ പോയി നമ്മളിനി വീണ്ടും നാഷണൽ ഹൈവേയിൽ കയറിയിട്ട് വേണം അവിടെ നിന്നും അവിടെ മറ്റേ ഹാർബറിലോട്ട് എത്താൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചേറ്റുവ ഫോർട്ട് ഉണ്ട്. അതുകൂടെ നമുക്ക് കവർ ചെയ്തിട്ട് വേണം പോകാൻ. കാരണം ചേറ്റുവ ഫോർട്ട് എന്ന് പറയണത് അധികം മെയിൻ്റനൻസ് ഒന്നും ചെയ്യാതെ, അതുപോലെ പണ്ടുണ്ടായിരുന്ന കോട്ടയുടെ പല ഭാഗങ്ങളും പലരും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. ആദ്യകാലത്തൊന്നും നമ്മളതധികം ഇത് ചെയ്യുന്ന ഒരു രീതിയില്ലല്ലോ, നമ്മൾ സംരക്ഷിക്കാറില്ല നമ്മുടെ പഴയ ഇതുകളെ. അപ്പം ഈ ചേറ്റുവ ഫോർട്ടിൻ്റെ പല ഭാഗങ്ങളും സംരക്ഷിക്കാത്തതുകൊണ്ട് ആവശ്യക്കാർ അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് അവശിഷ്ടങ്ങൾ മാത്രമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അത് തന്നെ കാട് പിടിച്ച് കിടക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് അവിടെയും കൂടെ പോവാം. അതിൽ തന്നെ നമുക്ക് എന്തായാലും ചേറ്റുവ ഹാർബറിലൊന്ന് പോയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ചേറ്റുവ ഫോർട്ടും കൂടെ പോവാം. ചേറ്റുവ പാലത്തിൻ്റെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ താഴെ കൂടെ പോകുന്ന അതായത് ഈ പുഴയുണ്ടല്ലോ, ഈ പുഴ ഇങ്ങനെ നേരെ പോയിട്ടാണ് അഴിമുഖത്ത് കൂടെ നേരെ കടലിൽ ചെന്ന് ചേരുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുന്നുള്ള പാലാണ്. ഈ പാലം വന്നതിന് ശേഷം ഇതിലൂടെയുള്ള യാത്ര കുറച്ചുകൂടെ സുഗമമായി. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇനിയിപ്പോൾ പുതിയൊരു പാലം കൂടെ വരുന്നുണ്ട്. അത് ഈ ഒരു പാത, ഈ നാഷണൽ ഹൈവേ കുറച്ചും കൂടെ വലുതാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം വിഴിഞ്ഞം ഹാർബറൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് ഈ നാഷണൽ ഹൈവേ 6 വരിയാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ പണികൾ സൈഡിലായിട്ട് നടക്കുന്നത് നമുക്ക് ഈ റോട്ടിൽ കൂടെ അങ്ങനെ പോകുമ്പോൾ 2 സൈഡിലും പണികൾ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പം ബംഗ്ലാംകടവ് ഹാർബറിലെത്തിയിരിക്കുകയാണ്. അതായത് ചേറ്റുവ നാഷണൽ ഹൈവേയുടെ അടുത്ത് കിടക്കുന്ന ഹാർബർ ഇതാണ്. അപ്പോൾ ഈ ഹാർബറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എൻട്രൻസ് ഫീസ് ഉണ്ട് കേട്ടോ. നമുക്ക് 20 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് മീനൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങാൻ കിട്ടും. നമ്മളിപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ, അവിടെ കണ്ടില്ലേ, ഈ പുലിമുട്ടിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന പുലിമുട്ടിലാണ് നമ്മൾ നിന്നിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ബോട്ടുകളും വള്ളങ്ങളൊക്കെ ഇവിടെയാണ് എടുക്കുന്നത്. ഇതാണ് ബംഗ്ലാംകടവ്, ചേറ്റുവ ബംഗ്ലാംകടവ് ഹാർബർ. നേരത്തെ നമ്മൾ പോയത് മുനയ്ക്കക്കടവ് ഹാർബറാണ്. എന്താ ഒരു ബോട്ട് തന്നെ പോകണം. മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന ബോട്ടുകളാണ്. ഇവിടെയാണ് ചേറ്റുവ ഹാർബർ, ബംഗ്ലാംകടവ് ഹാർബർ. ഇവിടെയാണ് മീൻ കൊണ്ടുവന്ന് അടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ആ കാഴ്ചകളെല്ലാം കാണാം. ഇതിവിടെ കുറേ വണ്ടികളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്, മീൻ കയറ്റി പോകാനുള്ള വണ്ടികൾ. അതുപോലെ തന്നെ തൊഴിലാളികളെ അവിടെ പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ബസ്സുകളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത് കാണാം. പിന്നെ ഇവിടെ കുറേ പേര് തൊഴിലാളികളൊക്കെ വന്നിരിക്കുന്നുണ്ട്, മീൻപിടുത്ത തൊഴിലാളികൾ. നമുക്കിനി കുറച്ചും കൂടെ കാഴ്ചകളിലേക്ക് പോകാം. അവിടെ കാണുന്ന അകലെ കാണുന്ന ഹാർബർ ഉണ്ടല്ലോ,
അതായത് ആ കാണുന്നത് അത് രണ്ടുമായിരുന്നു മുനയ്ക്കക്കടവ് ഹാർബർ കേട്ടോ. നമ്മൾ അവിടെയാണ് ആദ്യം പോയത്. ഇതിപ്പോൾ രണ്ടാമത് നമ്മൾ ബംഗ്ലാംകടവ് ഹാർബർ, ചേറ്റുവ ഹാർബർ ഇവിടെ ഇപ്പുറത്തോട്ട് വന്നിരിക്കുകയാണ്. 2 ഹാർബറുണ്ട് ഇവിടെ. രണ്ടാമത്തെ ഹാർബറിലേക്കാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇതാണ് മെയിനായിട്ട് ചേറ്റുവ ഹാർബർ എന്ന് പറയുന്നത് കേട്ടോ. ചേറ്റുവ നമ്മൾ കണ്ടല്ലോ കവാടത്തും എഴുതി വച്ചിരിക്കുന്നത് ആ ഹാർബറാണിത്. നമുക്കിവിടെ കുറേ പരുന്തുകൾ അങ്ങനെ കാണാം. പരുന്തുകൾ ഇങ്ങനെ വെള്ളത്തിൽ നിന്നും മീനൊക്കെ പിടിച്ച് പോകുന്നതും അതുപോലെ ഈ പരുന്തുകൾ ഇങ്ങനെ കുറേ ഇങ്ങനെ ചുറ്റി നടക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഒരു വഞ്ചി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ വന്നുള്ളൂ. അപ്പോൾ ആളുകളൊക്കെ പോകുന്നുണ്ട്. നമുക്ക് നോക്കാം. കടലിൽ മീൻ പിടിച്ചിട്ട് വന്ന വഞ്ചിയാണ്. അപ്പം ഇതിൻ്റെ മീൻ പിടിച്ചതിൻ്റെ മീനിൻ്റെ ലേലം നടക്കും. അപ്പോൾ നമുക്ക് അതൊക്കെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. ഇപ്പോൾ നമുക്ക് മീൻ പിടിക്കുന്നതും അത് വന്നതും അത് കവർ ചെയ്യണമെന്ന് നമുക്ക് കിട്ടില്ല. അങ്ങനെ നമ്മൾ ബംഗ്ലാംകടവ് ഹാർബർ കണ്ടു. അവിടെ നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന വള്ളങ്ങൾ കണ്ടു, മീൻ പിടിച്ച് തിരിച്ചെത്തിയ വള്ളങ്ങൾ കണ്ടു. അതുപോലെ തന്നെ മീൻ ലേലം ചെയ്യുന്നതും മീൻ മാറ്റുന്നതും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളെ കൊണ്ടുവന്ന വണ്ടികളും അതുപോലെ മീൻ കയറ്റി പോകുന്ന വണ്ടികൾ, അങ്ങനെ അതിൻ്റെ ഹാർബറിൻ്റെ ഒരു ഔട്ട്ലൈൻ നമ്മൾ കണ്ടു. ഇനി നമ്മൾ പോകുന്നത് ചേറ്റുവ ഫോർട്ട് കാണാനാണ്. ചേറ്റുവ ഫോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ്. എങ്കിലും അത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടയായിരുന്നു പണ്ട് കാലങ്ങളിൽ. 1714 ഈ കോട്ട സ്ഥാപിക്കപ്പെടുന്നത്. വില്യം ഫോർട്ട് എന്നായിരുന്നു അതിൻ്റെ പേര്. ഡച്ചുകാരാണ് കൊച്ചി രാജാവിൻ്റെ ആവശ്യപ്രകാരം ഇവിടെ സ്ഥാപിച്ചത്. സാമൂതിരിയുടെ ആക്രമണത്തെ ചെറുക്കാൻ വേണ്ടിയായിരുന്നു അന്ന് കാലത്ത് ഈ കോട്ട സ്ഥാപിക്കപ്പെട്ടത്. കാരണം അന്ന് കാലത്ത് ഈ കോട്ടയ്ക്ക് ചുറ്റും വ്യാപാര സ്ഥാപനങ്ങളെല്ലാം നിലനിന്നിരുന്നു എന്നെല്ലാം പറയപ്പെടുന്നു. ഡച്ചുകാർ ഇത് ഉണ്ടാക്കിയതിന് ശേഷം സാമൂതിരി ഈ കോട്ട പിടിച്ചെടുക്കുകയും അതിനുശേഷം ടിപ്പു സുൽത്താൻ ഈ കോട്ട പിടിച്ചെടുക്കുകയും
പിടിച്ചെടുക്കുകയും പിന്നീട് ടിപ്പു സുൽത്താൻ ഫോർട്ട് എന്നാണ് ഈ കോട്ട അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷം അവഗണിക്കപ്പെട്ടിട്ട് കിടന്നിരുന്ന കോട്ടയുടെ പല ഭാഗങ്ങളും പലരും കടത്തിക്കൊണ്ടുപോയി അവരുടേതായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും അവശിഷ്ടങ്ങൾ മാത്രമായിട്ട് നിലനിൽക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ കാണുന്ന കോട്ട ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഒരു പ്രാവശ്യം ഗവൺമെൻറ് ഇതെല്ലാം ചെയ്തിരുന്നു, ഇതെല്ലാം നവീകരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കാടെല്ലാം വെട്ടി തെളിച്ചിരുന്നു. പക്ഷേ വീണ്ടും മഴ പെയ്ത് വീണ്ടും ഇങ്ങനെയായി. ഇനി ചുറ്റും കാണുന്നത് കിടങ്ങാണ്. അന്നെല്ലാം ഇതിൽ മനുഷ്യരെ തിന്നുന്ന മുതലകൾ ഇതിലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ജസ്റ്റ് ഈ ഒരു പാലം പിന്നീട് ഗവൺമെൻറ് ഇപ്പോൾ സ്ഥാപിച്ചൊരു 4-5 വർഷത്തിനുള്ളിൽ സ്ഥാപിക്കപ്പെട്ടതാണ്. കാലം കടന്നു പോകുമ്പോൾ ഗവൺമെൻറ് ഇതെല്ലാം ക്ലിയർ ചെയ്യുമെന്നും എല്ലാവരുടെയും സഹകരണത്താൽ ഈ കോട്ടയുടെ പഴയ ഒരു പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലൊരു സ്മാരകമായി ഇത് രൂപാന്തരപ്പെടുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.